പൊടി, മലിനീകരണം, സ്ട്രെസ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ സ്കിന്നിന്റെ സ്വാഭാവിക നിറം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാനായിട്ട് വളരെ ഈസിയാണ്. കുറച്ച് നാള് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാം. അങ്ങനെ ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നഷ്ടപ്പെട്ട സ്വാഭാവിക നിറം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും. അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് സ്ട്രെസ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ വരകളും ചുളിവുകളും ഒക്കെ വരാൻ തുടങ്ങും. പെട്ടെന്ന് പ്രായമായതുപോലെ തോന്നും. അപ്പൊ ഈ സ്ട്രെസ് ഒഴിവാക്കുക എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും നല്ല പോം വഴി. പ്രത്യേകിച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമുക്ക് നല്ല പാട്ടുകൾ കേൾക്കാം, നന്നായി ഉറങ്ങാം. നമ്മുടെ ചർമ്മം നന്നായിരിക്കണമെങ്കിൽ, ചർമ്മത്തിന് ആരോഗ്യകരമായ തിളക്കം കിട്ടണമെങ്കിൽ ഒക്കെ ഉറക്കം ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഒരു മനുഷ്യന് സാധാരണ 7 മണിക്കൂർ സമയമെങ്കിലും ഉറങ്ങണം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ കൃത്യമായ സമയത്ത് ഉറങ്ങി എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നും അതിനനുസരിച്ച് ബെറ്റർ ആയിരിക്കും. സോ സ്ട്രെസ്ഡ് അല്ലാതായിട്ടിരിക്കുക, നന്നായി ഉറങ്ങുക എന്നുള്ളതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആയിട്ടാണുള്ളതെന്നുണ്ടെങ്കിൽ അപ്പോഴും സ്കിന്ന് നമ്മുടെ പെട്ടെന്ന് എന്താ പറയുക, ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. സ്കിന്നിൽ ഡ്രൈനെസ് വരും, സ്കിന്നിൽ ചൊറിച്ചിൽ വരും, പിന്നെ സ്കിൻ അങ്ങോട്ട് വല്ലാണ്ടായി പോവും, ഡള്ളായി പോവും. അങ്ങനെ ഇരിക്കുന്ന സ്കിന്നിനെ നന്നായിട്ട് റിഫ്രഷ്ഡ് ആക്കിയിട്ട് സ്കിൻ നന്നാകാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നമുക്ക് അത്രയും നമ്മുടെ ശരീരത്തിന് എത്രയാണോ വെള്ളം ആവശ്യം അത്രയും വെള്ളം നമ്മൾ ദിവസവും കുടിച്ചുകൊണ്ടിരിക്കുക. ആ വെള്ളം നമ്മുടെ ശരീരത്തെ, അതായത് മൊത്തത്തിലുള്ള ബോഡിയെ മാത്രമല്ല ഹൈഡ്രേറ്റഡ് ആക്കുന്നത്, നമ്മുടെ സ്കിന്നിനെ കൂടിയാണ്. സ്കിൻ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. പിന്നെ ഉള്ളത് പൊടിയും അല്ലെങ്കിൽ നമ്മളുടെ പുറത്തിറങ്ങിയിട്ടുള്ള ഈ ഒരു എയർ ഒക്കെ വന്നിട്ട് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ്. പെട്ടെന്ന് പിമ്പിൾസ് വരിക, സ്കിൻ ഡാർക്ക് ആവുക, ഡൾ ആവുക തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് പുകയുള്ളത് കൊണ്ടും പൊടിയുള്ളത് കൊണ്ടും ഒക്കെ അത് പെട്ടെന്ന് എഫക്ട് ചെയ്യും. അപ്പൊ ആ ഒരു പ്രശ്നം മാറാനായിട്ട് നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് കവർ ചെയ്യുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സ്കാർഫോ മാസ്കോ ഒക്കെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പുറത്തിറങ്ങുമ്പോൾ സൂര്യന്റെ താപമേറ്റ് നമ്മുടെ ചർമ്മത്തിൽ ടാനിങ്, പിഗ്മെന്റേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ പ്രശ്നങ്ങൾ മാറാനായിട്ട് മസ്റ്റ് ആയിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് SPF 30ക്ക് മുകളിലുള്ള സൺസ്ക്രീൻ ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ ആ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് മാത്രം പുറത്തിറങ്ങുക. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ പുറത്തിറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് അരമണിക്കൂർ മുൻപായിട്ട് ആവശ്യത്തിന് സൺസ്ക്രീൻ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്യുക. ഇങ്ങനെ നമ്മൾ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് വരകളും ചുളിവുകളും വീഴുന്നത് ഇല്ലാതാകാനും സ്കിന്ന് ടാനിങ് ഒന്നും ഇല്ലാതെ വളരെ അങ്ങനെ തന്നെ എങ്ങനെയാണോ നമ്മുടെ നാച്ചുറൽ സ്കിൻ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനായിട്ടും സഹായിക്കും. പിന്നെ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, സ്കിൻ ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ് മോയ്സ്ചറൈസിങ് ക്രീം. നിങ്ങൾക്ക് മോയ്സ്ചറൈസർ സാധാരണ നമ്മുടെ പുറത്തുള്ള മോയ്സ്ചറൈസിങ് ക്രീമുകൾ ഉപയോഗിക്കാൻ താല്പര്യമില്ലെങ്കിൽ അലോവേര ജെല്ലൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഇനി അതും യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് മറ്റ് ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട്. അപ്പോൾ മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറയുന്നത് ഒരു മസ്റ്റ് ആവാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നിറം ഇപ്പോൾ എങ്ങനെയെങ്കിലും കുറച്ച് ഫെയ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാഭാവിക നിറമല്ല, കഴുത്തിനും മുഖത്തിനും ഒക്കെ വേറെ നിറമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒലീവ് ഓയിലും തേനും കൂടെ മിക്സ് ആക്കി ദിവസവും നമ്മുടെ ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്വാഭാവിക നിറം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ സ്കാർസ് ഒക്കെ മായ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ്, നിങ്ങൾക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഒരല്പമേ ചേർക്കാവുള്ളൂ. നാരങ്ങ നീര് എല്ലാവരുടെയും സ്കിന്നിന് സ്യൂട്ട് ആവണം എന്നില്ല. അപ്പോൾ വളരെ കുറച്ച് നാരങ്ങാനീരും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓയിലി സ്കിന്നുള്ളവർക്ക് അതൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത് നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് ചേർന്നാണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് നാച്ചുറൽ ആയിട്ടുള്ള പാക്കുകൾ നമുക്ക് തയ്യാറാക്കി വീട്ടിൽ തന്നെ ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലുള്ള ചെമ്പരത്തിപ്പൂ തുടങ്ങിയിട്ട് മുൾട്ടാനി മിട്ടി അടക്കമുള്ള പല ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് പാക്കുകളും മാസ്കുകളും ഒക്കെ തയ്യാറാക്കാം. അപ്പോൾ അത് യൂസ് ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റ് ആയിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾക്ക് ഐസ് ക്യൂബ് ഫേസിൽ വെക്കുന്നത് കുഴപ്പമില്ലെങ്കിൽ മാത്രം ഒരു ചെറിയ കോട്ടൺ തുണിയിൽ ഐസ് ക്യൂബ് കവർ ചെയ്തതിന് ശേഷം അത് വെച്ച് ഫേസിൽ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഫേസിന്, നമ്മുടെ സ്കിന്നിലുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട്, നമ്മുടെ സ്കിൻ നന്നായിരിക്കാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു 2-3 തവണയെങ്കിലും ഫേസ് നന്നായിട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കുക.
ഇതൊക്കെ കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ കിടക്കുന്നതിന് മുൻപായിട്ട് മസ്റ്റായിട്ട് മേക്കപ്പ് റിമൂവ് ചെയ്ത് നന്നായി ക്ലെൻസ് ചെയ്തതിന് ശേഷം മാത്രം കിടക്കുക. ഇത്രയും കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചർമ്മത്തിന്റെ മങ്ങിയ നിറം നമുക്ക് വീണ്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും ഫോളോ ചെയ്യാം. സ്വാഭാവിക നിറം വീണ്ടെടുക്കാൻ പറ്റിയിട്ടുള്ള ചെറിയ ടിപ്സാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.